ശ്രീദേവി പൊന്നുമംഗലം വാർഡിൽ നിന്നും ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. വിജയപ്രതീക്ഷയുണ്ട്. ഒപ്പം കോർപ്പറേഷൻ ബി.ജെ.പി. ഭരണരംഗത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയും പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ഇവിടെ ഞാൻ നേരത്തെ മേലാങ്കോട് വാർഡിലെ കൗൺസിലറായിരുന്നു കഴിഞ്ഞ 5 വർഷം. ഇപ്പോൾ എം.ആർ. ഗോവൻ ചേട്ടൻ 3 പ്രാവശ്യം ഇവിടെ കൗൺസിലറായി ജയിച്ച വാർഡാണ്. അപ്പോൾ അവിടെയാണിപ്പോൾ വനിതാ പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട് എനിക്ക് വനിതാ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കാൻ, NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയത്. നല്ല ശുഭപ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇവിടെ. വലിയ പോസിറ്റീവാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വർക്കൊക്കെ നല്ല ടൈറ്റാണ്. എല്ലാ പാർട്ടിക്കാരും നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്കൊരു വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വിജയം സുനിശ്ചിതമാണ്. കോർപ്പറേഷനിലെ വിഷയങ്ങൾ വാർഡുകളിൽ ചർച്ചയാവും. കോർപ്പറേഷനിൽ കുടിവെള്ള പ്രശ്നമുണ്ട്, അനധികൃത നിയമനമുണ്ട്, മാലിന്യ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വാർഡുകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നു. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നമ്മൾ എല്ലാ മേഖലകളിലും കുടിവെള്ളം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ PM ജൽജീവൻ മിഷൻ, പ്രധാനമന്ത്രിയുടെ ജൽജീവൻ മിഷൻ ഉപയോഗിച്ച് ഒരുപാട് വീടുകൾക്ക് കുടിവെള്ളം എത്തിപ്പെടാത്ത ഒരുപാട് മേഖലകളുണ്ട്. അവിടെയൊക്കെ പൈപ്പ് ലൈൻ ഇട്ട് ഒരുപാട് പേർക്ക് വെള്ളം ഫ്രീ ആയിട്ട് കുടിവെള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുടിവെള്ള കണക്ഷൻ ഇവിടെ ബാധിക്കില്ല. ഇവിടെ ആയാലും അപ്പുറത്തെ ഏത് വാർഡിലായാലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജൽജീവൻ മിഷൻ വളരെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ മേയറുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? അല്ല, നിങ്ങൾ സംതൃപ്തയായിരുന്നു, പ്രതിപക്ഷത്തായിരുന്നു, നിങ്ങൾ സംതൃപ്തയല്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് എനിക്ക് പറയാം, ഞാനൊരു വനിതയാണ്, മേയറും ഒരു വനിതയായിരുന്നു. അപ്പോൾ നമ്മൾ മത്സരിച്ച് വന്നപ്പോൾ നമ്മളെല്ലാവരും വനിതാ കൗൺസിലർമാരുൾപ്പെടെ വളരെ സന്തോഷിച്ചു. കാരണം ഒരു വനിതാ മേയറെ നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷമായിരുന്നു. നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മേയറോട് നമുക്ക് സംസാരിക്കാം, പോയി കണ്ട് സംസാരിക്കാം, അതിനുള്ള പ്രശ്നം പരിഹരിച്ചു തരും എന്നൊക്കെ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. നമുക്കറിയാലോ, ഒരുപാട് അഴിമതി കഥകളിലൂടെയാണ് പിറ്റേ മാസം തൊട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ CPM ഒരു 45 വർഷം ഭരണം നടത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അത് വളരെ നമുക്കറിയാം, അവിടുത്തെ എല്ലാ ജനങ്ങളും വളരെ ബുദ്ധിമുട്ടിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. കാരണം കെടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെയുള്ള ഒരു നഗരസഭയായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു നഗരസഭയെ നമുക്ക് BJPയുടെ ജനങ്ങൾ അവരുടെ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ഒരു 5 വർഷക്കാലം നമുക്ക് ഒരു BJP കോർപ്പറേഷൻ ഒരവസരം തരും, ഒരു മേയറുടെ ഒരവസരം തരുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ കോർപ്പറേഷൻ ജനങ്ങളുടെ ആ ഒരു വിശ്വാസം വിചാരിച്ച് നമുക്ക് എന്തായാലും കോർപ്പറേഷൻ കിട്ടുമെന്ന വലിയൊരു പൂർണ്ണ സംതൃപ്തിയിലാണ് നമ്മൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് പൊന്നുമംഗലം. ഇവിടെ BJPയും LDFും മുഖാമുഖം മത്സരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് BJP പങ്കുവയ്ക്കുന്നത്. വെള്ളാനിയിൽ നിന്നും ബിനിലിനൊപ്പം D. ബിനോയ്, കേരള വിഷൻ ന്യൂസ്.